കത്തിജ്വലിക്കുന്ന വെയിലത്ത് നിന്നും തൊട്ടടുത്തുള്ള കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ തണുപ്പിച്ച ചില്ലുകൂട്ടിൽ ഇതുപോലുള്ള പല വർണ്ണങ്ങളിലുള്ള കുപ്പി കാണുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഫീല്? ആ ഭാഗത്തേക്ക് പിന്നെ വരാം. അതിനു മുമ്പ് ഒരു സംഭവം പറയാം. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഷോപ്പിലേക്ക് ഒരു വെള്ളം ടെസ്റ്റിന് വേണ്ടിയിട്ടൊരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പറഞ്ഞു. റിസൾട്ട് നോക്കുന്ന സമയത്ത് അയൺ കുറച്ചുണ്ട്, അതുപോലെ തന്നെ pH വാല്യൂ കുറവായിരുന്നു. അപ്പോൾ എന്ത് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അതിന് പറഞ്ഞത് ഒരു RO+ ആൽക്കലൈൻ വാട്ടർ പ്യൂരിഫയർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ ക്ലിയർ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് സെറ്റ് ചെയ്യണ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്യൂരിഫയറിലെ വെള്ളം കുടിച്ചാൽ കിഡ്നി പോകുമെന്നാണ്. എന്നാൽ പിന്നെ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താമെന്ന് തീരുമാനിച്ചു. അതായത് നമ്മുടെ കിഡ്നികൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാൻ ഉപയോഗിക്കുന്ന ഒരു അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന ഒരു യന്ത്രമാണ്. നമ്മൾ ഒരു മെഷീനെ സംബന്ധിച്ചിടത്തോളം വർക്ക് ലോഡ് കൂടുമ്പോഴാണോ അതോ വർക്ക് ലോഡ് കുറഞ്ഞിരിക്കുമ്പോഴാണോ അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കറിയാം വർക്ക് ലോഡ് കൂടിയിരിക്കുന്ന സമയത്താണ് അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ പെട്ടെന്ന് സംഭവിക്കുക. നമ്മുടെ കിഡ്നിയുടെ കാര്യത്തിലും അതുതന്നെയാണ്. ഒരു ഓവർ ടൈം ഡ്യൂട്ടി ഇതുപോലുള്ള, അതായത് കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഹാർഡ് വാട്ടർ പോലുള്ള സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ അതിനെ ഫിൽട്ടർ ചെയ്ത് നീക്കം ചെയ്യാനായിട്ട് ശരീരത്തിലെ കിഡ്നിക്ക് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതിൻ്റെ ലൈഫ് സൈക്കിൾ 3-1 കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജലാംശം ആവശ്യമുള്ള സാഹചര്യമാണെങ്കിൽ നിർബന്ധമായിട്ടും പച്ചവെള്ളമോ അല്ലെങ്കിൽ കരിക്ക് വെള്ളമോ കുടിക്കുക. അല്ലാതെ കുപ്പിയിൽ അടച്ചിരിക്കുന്ന ആ വർണ്ണങ്ങളിലെ സെലിബ്രിറ്റികളുടെ പരസ്യം കണ്ട് ആ സാധനം വാങ്ങിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അതിലിരിക്കുന്നത് പ്രധാനമായിട്ടും പഞ്ചസാര വെള്ളമാണ്. പല വർണ്ണങ്ങളിലുള്ള പഞ്ചസാര വെള്ളം കാർബണേറ്റഡ് ചെയ്തതാണ് നമുക്ക് കിട്ടുന്നത്. അത് ഒരു കാരണം കൊണ്ടും ശരീരത്തിന് ഗുണത്തേക്കാളേറെ ദോഷം തന്നെയാണ് ചെയ്യുന്നത്. ഈ വൃക്ക തകരാറൊക്കെ സംഭവിച്ച് ഡയാലിസിസിന് പോകുന്ന ആൾക്കാരുടെ അനുഭവങ്ങൾ, അത് അനുഭവിച്ചവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം അത് എത്രത്തോളം മാരകമായിട്ടുള്ളൊരു പ്രശ്നമാണെന്നുള്ളത്. അപ്പോൾ തമ്പുരാൻ നൽകിയ അവയവങ്ങൾ മരണം വരെ കേടുകൂടാതെ സംരക്ഷിക്കാം. ശുദ്ധജലം ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്